നിങ്ങൾക്ക് ഉഷാറായിട്ട് കഴിക്കാലോ എന്റെ ഓരിയടി അത് പറ്റൂലേ? അതിന്റെ മക്കളോ ഉണ്ടോ? അപ്പോഴും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ വീണ്ടും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്ന തിരക്കിലാണ് രാവിലെ തന്നെ കേട്ടോ. ഇനി എനിക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ പോകാനുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ ഡെയിലി കൊറിയർ അയക്കാൻ പോകണമല്ലോ. അപ്പം ഞാനിതാ ഇന്ന് ഓർഡേഴ്സ് ഉള്ളതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതാ പുതിയ അപ്ഡേഷൻ വന്നത് നമ്മൾ സ്റ്റോറിലേക്ക് കയറ്റുന്നുണ്ട്. സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഈ ഒരു ഭാഗത്താണ് ഞാനെല്ലാം സെറ്റ് ചെയ്യൽ. അപ്പം നമ്മൾ പുതിയ അപ്ഡേഷൻ ഒരുപാട് വന്നതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ പുതിയൊരു ഓർഡേഴ്സ് കൂടി വന്ന് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഐറ്റം ഞാനിത് ഇതിലിങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം ഇനി പാക്കിങ്ങിനുള്ളതാണ്. ഫുൾ പാർട്ടി വെയർ ആണ്. നമ്മൾ ഈ ഒരു ഇതിന് കൂടുതൽ പാർട്ടി വെയർ ആണ് കേട്ടോ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയ വന്ന അപ്ഡേഷനാണ്. ആരിയ കട്ടിൽ വരുന്ന നല്ല ഗൗണാണ്. ഷോളൻ ടോപ്പ് വരുന്നതാണ്. നല്ല ഫുൾ ഗൗണാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ വൈറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ ലേസിലും അതുപോലത്തെ പ്രിൻറ്റിലും മാത്രം കളർ ഡിഫറൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 4 കളേഴ്സായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കളേഴ്സ് നേരത്തെ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ 3 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന 1195 രൂപയാണ് ഈ ഒരു ഫുൾ സെറ്റ് കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷനാണ് ആലിയ കട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഒരു നെക്കുള്ള ടൈപ്പാണ് ഇപ്പോൾ കൂടുതൽ ഗൗണിലൊക്കെ വരുന്നല്ലേ. അപ്പോൾ അതിലിതാ നമ്മൾ 3 കളേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇൻസ്റ്റയിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഒരുപാട് അപ്ഡേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കും അറിയില്ലല്ലോ. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല ലോ റേഞ്ചിലുള്ള സെറ്റൊക്കെ നമ്മളെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഹെവി പാർട്ടി വെയർ 1400, 500, 1650 നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈവനിങ് ഇന്ന് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നമ്മുടെ നോമ്പ് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകും വേണം. അപ്പോൾ നമ്മളിത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഷിംഗ് മെഷീൻ ഇപ്പോൾ വാങ്ങിയതുകൊണ്ട് തന്നെ അലക്കാനുള്ള അതിലിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് ഇനി ഇതാ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസിൻ്റെ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതാ നമ്മുടെ ഇന്ന് ഒരു നോമ്പ് പരിപാടി ഉണ്ട്, ഇഫ്താർ മീറ്റ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലാണ്, എൻ്റെ മൂത്തമ്മയുടെ വീട്ടിൽ ഇന്ന് നോമ്പ് എല്ലാവരും കൂടുന്നുണ്ട്. നമ്മൾ വീട്ടിലെ എല്ലാവരും കേട്ടോ. അപ്പം ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനും ഹസ്ബൻഡും. ഇക്കാക്ക് വരാൻ പറ്റില്ല. ഇക്ക ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 6 മണീൻ്റെ അടുത്താണ് വരിക. പിന്നെ ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട്, കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പം ഞാനും ഹസ്ബൻഡിയാണ് ഇവിടുന്ന് പോകുന്നത്. ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് വരും. അപ്പോൾ അത് ഞാൻ നല്ലൊരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പാൻറ്റും ടോപ്പും വരുന്നതാണ്, ബ്ലാക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിക്ക്. അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നല്ല ബ്ലാക്ക് ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ എന്തിട്ടാലും കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇട്ട ഡ്രസ്സ് എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോറത്തെ ഔട്ട്ഫിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മ ഞാൻ പോവാണ്, നിങ്ങൾ വരുന്നില്ലല്ലോ? അപ്പൊ ഇന്ന് വറുത്തരച്ചതാ ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പത്തിരി കാര്യങ്ങളൊക്കെ. ഇങ്ങക്ക് വരായിരുന്നു എന്റെ കൂടെ. കോഴി പൊരിച്ചൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഉഷാറായിട്ട് കഴിക്കാലോ എന്റെ ഓരിയടി അത് പറ്റൂലേ? ഉഷാറായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല എനർജിയിലല്ലേ. ഞമ്മളില്ലാണ്ട് ഉഷാറാണല്ലോ. അറുത്തരച്ചാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം. അജു ഇമ്മമ്മ വരുന്നുണ്ട് ചോദിച്ചേക്ക് നമ്മളെ കൂടെ മൂത്തന്റെ വീട്ടിലേക്ക്.
ഓ നിങ്ങൾക്ക് 2 പത്തിരി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പോവാ. അപ്പം ഞാനും ഹസുദ മൂത്തയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 5:30-6 മണീൻ്റെ ഉള്ളിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുകളിൽ പൂച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസുദ ഒറ്റ ഓട്ടം. അപ്പോൾ അവൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഇതാ മൂത്തയുടെ മോളെ ഒരു പൂച്ചയാണ് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ ഒരു പൂച്ചനെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ടാസ്ക് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിക്കാത്തത്. കാരണം ഞാനൊരു തിരക്കിലായിരിക്കും. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കെയർ ചെയ്യണം, ഫുഡൊക്കെ കൊടുത്ത് വാഷ് ചെയ്യുകയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടുള്ളൊരിതാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇക്കാക്കുള്ള പേടി എന്താണ്, ഹസ്ബോന് ചിലപ്പം അതിനെ പിടിച്ച് ഇരുമ്പിയാൽ അതിട്ട് മാന്തി പണിയാവോ എന്നുള്ള പേടിയാണ് കേട്ടോ. എനിക്ക് വാങ്ങാൻ നല്ല താല്പര്യമുള്ള, എനിക്ക് പൂച്ച പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അതും ഇതിൽ വൈറ്റ് ആണെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വൈറ്റ് അല്ല, ആൾ പെണ്ണാണ് കേട്ടോ. അപ്പോൾ ഹസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതാ നോക്കി നിൽക്കുകയാണ്, ആൾക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് നമ്മുടെ എല്ലാവരും ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം നല്ല രസമല്ലേ എല്ലാവരും കൂടിയിട്ട് നല്ല സംസാരവും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ ഞാനിതവിടെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യുന്ന ഇതിലാണ്, ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മയും നമ്മുടെ ഫാമിലി, അതുപോലെ എൻ്റെ മാമയുടെ ഫാമിലിയും, പിന്നെ ഇതാ ഇവിടുത്തെ എല്ലാവരും, അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഇതാ നമ്മൾ രസമായിട്ട് ഈ ഒരു നോമ്പുതുറ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾസായാലും അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി സംസാരിക്കുക, അതുപോലെ തന്നെ എല്ലാവരും കൂടുന്ന പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് ആയിട്ടാണ് മൂത്തയുടെ വീട്ടിലിതാ കൂടുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രസം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഈ ഫ്രൂട്ട് കൊണ്ടുവരുന്നതും അത് കഴുകുന്നതൊക്കെ കുട്ടികൾ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മൂത്തയുടെ മോള് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഒരു പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെല്ലാവരും പല കാര്യങ്ങളായിട്ട് ചെയ്തിട്ട് നല്ല രസമായിട്ട് ഇന്നത്തെ ഇഫ്താർ മീറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നോമ്പ് തുറന്ന് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയർഡുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം നമ്മളിതാ എനിക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ കൂടുതൽ ആവശ്യമുള്ളത് പത്തിരിയോ അല്ലെങ്കിൽ വേറെയുള്ള സ്നാക്സോ ഒന്നുമല്ല, ഒരുപാട് ജ്യൂസും വെള്ളമാണ് എനിക്ക് വേണ്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നൊന്ന് തോന്നിയ സംഭവം അത് അവിടെ ഇടേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതാ എല്ലാവരുടെ ആയിട്ടുള്ള ഫോട്ടോയും എടുക്കലും അവരെ കളിയും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം എല്ലാവരും ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഇതാ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലൊന്നും ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഏകദേശം ആവുന്ന ടൈമിലാണ് എത്തിയിട്ടുള്ളത്. കുറച്ച് നേരത്തെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അസുമോൻ എന്താ അറിയില്ല, ചെറുതായിട്ട് ചെവി വേദനയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെ വെയിലൊക്കെ ആറിയിട്ടൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇഫ്താർ മീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയ ടൈമിൽ ഒരു ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നിട്ടോ. കാരണം ആൾക്ക് ചെവി വേദന എന്ന് പറയുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടൊന്ന് ഡോക്ടറെ കാണിച്ച് അങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഓരോ കുഞ്ഞു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മളിതാ ടാപ്പിൽ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നോമ്പൊക്കെ ഇന്ന് 10 ആയി. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഒരുവിധ ആൾക്കാരൊക്കെ നോമ്പിന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങൂലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലൊന്ന് കയറി നോക്കുക ഇൻസ്റ്റഗ്രാമിൽ. അതിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റും കുറച്ച് കളക്ഷൻ്റെ പിക്ക് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ പോയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത ഓർഡേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, നമ്മൾ യൂട്യൂബ് വഴിയും വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമർ നമുക്ക് യൂട്യൂബിലൂടെ ഓർഡേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി, അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും നോമ്പും പെരുന്നാളൊക്കെ ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സുഖമാണ്, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളെടുത്തുള്ളത് കൂടുതലും പാർട്ടി വെയർ ഐറ്റംസ് ആണ്. 1650 നമ്മൾ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള 3 പീസ് സെറ്റാണ് കൊടുക്കുന്നത്. അത് നല്ല ഹെവി പാർട്ടി വെയർ ഉണ്ട്, ഷിഫോണിലുണ്ട്, ജോർജറ്റിലുണ്ട്, അങ്ങനെ പല മെറ്റീരിയലിലുണ്ട്. അതൊക്കെ ആ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഷോപ്പിൽ നിന്നൊന്നും ഒരിക്കലും ആ ഒരു റേറ്റിന് കിട്ടില്ല. കാരണം അത്രയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഞാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഇതാ മക്കൾസിന് എന്താ പരിപാടി അറിയോ, എല്ലാം കൂടി ഇരുന്നിട്ട് ഇതാ കാർട്ടൂണോ ഗെയിമോ എന്താണ് ഗെയിം കളിക്കുക കേട്ടോ. അസു
അസോ അസുട്ടിയെ ഗെയിം കളിക്കുക, എല്ലാരും ഓടി തോണ്ടി കളിക്കുക. ഒരു ഭാഗത്ത് ഇതാ കുട്ടികളിതാ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ വെള്ളമൊക്കെ നമ്മളിതാ ഈ ഒരു ടാബിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യത്തെ ഇതിൽ നമ്മൾ ഫ്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഫുഡ് വെക്കാമെന്നുള്ളതിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവെക്കുകയാണ്. ബാങ്ക് കൊടുക്കാനായപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒരു ഭാഗത്തും വലിയൊരു ഭാഗത്തുമാണ്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. നമ്മുടെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി, അനിയത്തി, അതുപോലെ നമ്മളെ ഫാമിലി, അങ്ങനെ കുറച്ച് പേരുള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏകദേശം വയറൊക്കെ എല്ലാതും വെള്ളമൊക്കെ കുടിച്ച് ഫില്ലായി. പിന്നെ അവിടെ എന്താ പറയുക സോഡയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കുടിക്കാനുള്ള ഗ്യാപ്പില്ല. പിന്നെ സോഡ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള നമ്മളെ ഫ്രൂട്ട് സലാഡൊക്കെ നമുക്ക് കഴിക്കാനേ ഗ്യാപ്പില്ലായിരുന്നു. കാരണം എല്ലാവരോടും ആയിട്ട് സംസാരിച്ചിരുന്ന് അതും ഇത് കഴിച്ചത് വയറ് ഫുള്ളായത് പിന്നെയാണ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടയർഡായി. അപ്പോൾ ഇതാ നമ്മുടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇക്ക നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അസുവിനെ കാണിക്കാനും വേണ്ടിയിട്ട് ഒരു മുന്നിലുള്ള ക്ലിനിക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചെറിയ ചെവി വേദന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഇതാ ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ കുഴപ്പമൊന്നുമില്ല, ആൾക്കുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഇക്ക നോമ്പറ്റ് ടയേർഡായോ? നിങ്ങൾ സൽക്കാരത്തിന് വരാനിട്ട് പരാതി ഉണ്ടായിരുന്നു. അല്ല സൽക്കാരല്ല, നോമ്പ് തുറ. അപ്പോൾ ഇത് നമ്മളിന്ന് ഷോപ്പിലെത്തിയിട്ടുണ്ട്. സൽക്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഇക്കന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആള് നോമ്പ് സൽക്കാരത്തിനൊന്നും വന്നിട്ടില്ല കേട്ടോ. നിങ്ങളെന്താ വരാഞ്ഞേ? നിങ്ങളെന്താ വരാത്തത്? അപ്പൊ നാളെ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് മടിയുണ്ടോ? എനിക്ക് അപ്പോഴും നോക്കാൻ തന്നെ ഉള്ളു കേട്ടോ. അപ്പൊ നമ്മളെ ഷോപ്പിലാണ് ഉള്ളത്. ഇതാണ് ഷോപ്പ്. നമ്മള് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അരീക്കോട് കേക്ക് സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റാണ് ഷോപ്പ് വരുന്നത്. വെസ്റ്റീവ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. നിങ്ങൾക്ക് കുളിക്കാൻ തരുമോ? ഞങ്ങളൊരു കുളിക്കൊക്കെ കുടിക്കും.